ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് നല്ല തിളച്ച ചായയും അതുപോലെ തന്നെ ഇതുപോലെ ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റും വെച്ച് നമുക്ക് എങ്ങനെ പല്ലി പാറ്റ എന്നീ ശല്യങ്ങളെ ഒഴിവാക്കാം എന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനായി ഞാൻ നല്ല തിളച്ച ചായയാണ് ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിതാ ഒരു ടാബ്ലറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാരസെറ്റമോളിൻ്റെ ഒരു ടാബ്ലറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല തിളച്ച ചായ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അരിഞ്ഞു കിട്ടും കേട്ടോ. ഇനി ഈ ഒരു റെമഡിയാണ് നമ്മുടെ അടുക്കളയിലൊക്കെ ശല്യക്കാരായ പല്ലി, പാറ്റ എന്നിവയെ തുരത്താൻ കൈവെള്ളത്. അപ്പൊ അത് എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞുതരാം. ഇത് നന്നായി ഇതിലൊന്ന് അലിയിച്ചെടുക്കാം കേട്ടോ. അലിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു കഷ്ണം ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂവോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു കഷ്ണം ടിഷ്യൂവിൻ്റെ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോന്നും ഓരോ വീതം നമുക്ക് ഇതുപോലെ പീസാക്കി നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി ഈ ഒരു പീസാണ് നമുക്ക് ശല്യക്കാരായ പല്ലി, പാറ്റൊക്കെ ഉള്ള ഭാഗങ്ങളിൽ കൊണ്ടുവെക്കേണ്ടത്. അപ്പോൾ ഒന്ന് വെക്കുന്നത് നമ്മുടെ ടി വിയുടെ പുറകുവശത്താണ് കേട്ടോ. ഈ പുറകുവശത്തൊക്കെ തീർച്ചയായും പല്ലിയുടെ ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് പല്ലിയുടെ ശല്യത്തിനെ ഒഴിവാക്കുന്നതായിരിക്കും. അടുത്തത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ താഴെയായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അടുത്തത് നമ്മുടെ സ്റ്റോർ റൂമിൽ ഇതുപോലെ കുട്ടികളൊക്കെ സൂക്ഷിക്കുന്ന ഇടയിലേക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഒരു പീസ് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്കത് ജനവാതിലിൻ്റെ ഇടയിൽ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പല്ലിക്ക്, പാറ്റയ്ക്കൊക്കെ ആ ഒരു സ്മെല്ല് നല്ല അലർജിക്ക് ഉണ്ടാക്കും. അത് നമുക്കിതുപോലെ ആഴ്ചയിൽ 2 പ്രാവശ്യം അങ്ങനെ ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്ര ഭാഗങ്ങളിലുള്ള ആ ശല്യം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു ചായയുടെ മിശ്രിതം നമുക്ക് നമ്മുടെ സിങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് രാത്രിയിലൊക്കെ ഏകദേശം ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്ന ആ പാറ്റയുടെ ശല്യമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ.